ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 9:11 നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഒന്ന് നോക്കാം. 24,009 താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ അപ്പ് സൈഡ് ട്രേഡും, 24,221 മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡിനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി അപ്പ് സൈഡ് ലിക്വിഡിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഡൗൺ സൈഡിലേക്ക് നോക്കാം. അതുപോലെ 24,126 എന്നുള്ള ലെവലും ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയാണ്. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് നോക്കുകയുള്ളൂ. അതുവരെ 24,357 ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അപ്പ് സൈഡ് ലിക്വിഡിറ്റിൻ്റെ മുകളിലാണ് 55,818 എന്നുള്ള ലിക്വിഡിറ്റി ഏരിയൻ്റെ മുകളിലാണ് മാർക്കറ്റുള്ളത്. അതുകൊണ്ട് നമ്മൾ താഴേക്കായിരിക്കും ഫസ്റ്റ് ട്രേഡ് നോക്കുക. ഡൗൺ സൈഡ് ഇപ്പോൾ ഉള്ളത് 55,228 മാർക്കറ്റ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഏതാണ് ചാൻസ് വരുന്നതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. സമയം 9:27 നമുക്ക് എന്താ പറയുക, ഒരു ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റിക്ക് ട്രേഡ് നോക്കാം. വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടാം. 55,900 പുട്ട് ഓപ്ഷൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടാം. പ്രീമിയം കുറവാണ്, പിന്നെ മന്ത്ലി എക്സ്പയറി ആവാനായില്ലേ, 341 നമ്മുടെ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ 300 താഴെ വരാൻ ചാൻസ് ഉണ്ട്, ആ റേഞ്ചിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് എത്തുമ്പോൾ സമയത്ത് നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. 55,896 റേഞ്ചിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇനിയൊരു കുറച്ച് പോരാണ്ട് മുകളിലേക്ക് അല്ലേ, മുകളിലേക്ക് പോന്നു കഴിഞ്ഞാൽ നമ്മളൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ഇപ്പോൾ പ്ലാന്. ചാർട്ട് നോക്കാം. ഇല്ല, ചാർട്ട് കിട്ടൂല, ഫ്ലാറ്റ് ട്രേഡിൻ്റെ ക്ഷീണമാണ്. ആപ്പ് സ്റ്റോക്സിൽ നോക്കേണ്ടത്. നിഫ്റ്റി ഫസ്റ്റ് ക്യാൻഡലിൻ്റെ മുകളിലേക്ക് പോയിട്ടില്ല, എൻട്രി ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. ബാങ്കിൽ ഉണ്ട്, ബാങ്കിൽ വീണ്ടും ഒരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഏതായാലും ആ ഒരു ഏരിയയിലേക്ക് എൻട്രി വരികയാണെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, ചാൻസ് തരാം. 55,826 മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. അത്യാവശ്യം ടാർഗറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ നിന്ന് നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് പറയാൻ കാരണം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:06. നമ്മുടെ എൻട്രി മിസ്സായത് കണ്ടാൽ ഭയങ്കര രസമാണ്. അതായത് ഒരു ടിപ്പിനാണ് എൻട്രി മിസ്സായത്. നമുക്ക് ഒരു 91.20 മുകളിലേക്കാണ് എൻട്രി വരേണ്ടത്. പക്ഷേ 50 പൈസ 50ൻ്റെ ഡിഫറൻസ് ഇല്ലേ, അതിനാണ് എൻട്രി മിസ്സായത്. അതിനുശേഷം നല്ല അടിപൊളി ഒരു ടാർഗറ്റ് വന്നും ചെയ്തു. വല്ലാത്ത മിസ്സിങ് ആണിത്. ഒരു 0.1 കൂടെ അല്ല, 1 പോയിൻറ്റിനും കൂടെ അല്ല എൻട്രി മിസ്സായത്. കുഴപ്പമില്ല. ഏതായാലും ഇനി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇനി അപ്പ് സൈഡ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം, അതായിരിക്കും നന്നാവുക. നിഫ്റ്റിയിലാണെങ്കിലും എന്താ പറയുക, നിഫ്റ്റിയിലും ഫസ്റ്റ് ക്യാൻഡലിൻ്റെ താഴേക്കാണ് വന്നത്. ഇനി നിഫ്റ്റിയിൽ പക്ഷേ നിഫ്റ്റിയിൽ താഴേക്കും ബാങ്കിൽ മുകളിലേക്കുമാണ് ഇപ്പോൾ ഒരു എൻട്രി ചാൻസ് ഉള്ളത്. സത്യം പറഞ്ഞാൽ നിഫ്റ്റിയിൽ സ്റ്റിൽ ബെയറിഷിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, കാരണം ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒരുപാട് താഴെയാണ്. ബാങ്ക് ആണെങ്കിൽ ബുള്ളിഷ് ചാൻസിനുമാണ് അവസരമുള്ളത്. നോക്കാം, നമുക്കിനി ഏതിലാണ് ചാൻസ് വരുന്നതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റി ഒരു ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നമുക്ക് എടുത്ത് നോക്കട്ടോ, കാരണം ഇനിയും ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസ് ഉണ്ട്. ഏതാണ് ആദ്യം വരുന്നതിനനുസരിച്ച് ചെയ്യാം നമുക്ക്. സമയം 10:30 നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുപോലെ നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബാങ്കിൽ അധികം ടാർഗറ്റ് ഇല്ല, നിഫ്റ്റിയിലാണ് പിന്നെ ഉള്ളത്. നിഫ്റ്റി ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് താഴേക്കുള്ള എൻട്രി നോക്കാം. 24:32 കുറച്ചും കൂടി പോന്നാൽ മതി. മുകളിലേക്ക് വരട്ട് 32-33 ഉണ്ട്. 24,250 ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്യാം. നിഫ്റ്റിയിലാണെങ്കിൽ 24,250 പുട്ട് ഓപ്ഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 100 താഴെ ആയിരിക്കും. ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് ഓർഡർ വരുന്നുണ്ട്, എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്സ്. ഓക്കെ, 80. ഓക്കെ വരട്ടെ. ഒരു 10 പോയിൻ്റ് കൂടെ മുകളിലേക്ക് പോയാൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ പോയി. ബാങ്കിലാണെങ്കിൽ ഡൗൺ സൈഡ് എത്തണം എന്നറിയാണ്. എനിക്ക് നിഫ്റ്റിയിലായിരിക്കാം എൻട്രി കിട്ടാമെന്ന് എനിക്ക് തോന്നുന്നത്. 41 ആയിട്ടുണ്ട്. ഒരു 10 പോയിൻ്റ് കൂടെ മുകളിൽ പോയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, നിഫ്റ്റിയിൽ സ്റ്റിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒരുപാട് താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇനി ഈവൻ ഡേ ലോ വെച്ചാൽ പോലും അത്യാവശ്യം പോയിൻ്റ് ഉണ്ട് നിഫ്റ്റിയിൽ. നിഫ്റ്റി അത് ടാപ്പായില്ല, താഴേക്കാണ് വരുന്നത്. ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡ് നോക്കാമായിരുന്നു. നമ്മൾ രാവിലെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് മാർക്ക് ചെയ്ത ഏരിയയിലേക്ക് മാർക്കറ്റ് നിഫ്റ്റി ഒരുപാട് താഴെയാണ്. അതുകൊണ്ടാണ് നിഫ്റ്റിയിൽ ഞാൻ ഡൗൺ സൈഡ് കൺസിഡർ ചെയ്യാൻ വേണമെങ്കിൽ എന്ന് പറയാൻ കാരണം. ബാങ്ക് ഇപ്പം
ബാങ്കിൻ്റെ വരവ് ബാങ്ക് പക്ഷേ ഇൻ കേസ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസ് കുറവാണ്. നമുക്ക് ചെറിയൊരു ട്രേഡ് നോക്കാം ബാങ്കിൽ. ഏതാണ് നിഫ്റ്റിയാണ് വരുന്നതെങ്കിൽ നിഫ്റ്റി നോക്കാം, ബാങ്കിലാണ് ഓപ്പർച്യൂണിറ്റി വരുന്നതെങ്കിൽ ബാങ്കിൽ നോക്കാം. ഏതിൽ ചാൻസ് ഇട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം. 55,300 കോൾ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. 50 ക്വാണ്ടിറ്റി, സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ് വരുന്നുണ്ട്, എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. താഴെ എത്തിക്കഴിഞ്ഞാൽ നോക്കാം. എൻട്രി തന്നിട്ടുണ്ട്, നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, 247 നമുക്ക് എൻട്രി കിട്ടിയത്. നമുക്ക് എന്താണ് ചെറിയ ലോസാണ് ഇപ്പം. ഇതിൽ ഫാളാണെങ്കിൽ ഇപ്പം പണി കിട്ടും. ടാർഗറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി തൊട്ട മുകളിൽ. അപ്പോൾ നമുക്ക് വലിയ ടാർഗറ്റ് ഇല്ല, അതൊരു സ്കാൽപ്പിംഗ് പോലുള്ള ട്രേഡ് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഹൈ എടുക്കുമ്പോൾ ടാർഗറ്റ് എത്തുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങും വേണ്ടി വരും, അതാണ് പ്രശ്നം. ഇനിയിപ്പോൾ അതല്ല SL ആണെങ്കിൽ SL അടിച്ചിട്ടുണ്ട് കേട്ടോ, വളരെ ഫാസ്റ്റായിട്ട് SL അടിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് SLൻ്റെ ഡേയ്സാണ് ഇപ്പോൾ, ലൂസിങ് സ്ട്രീക്സാണ് മൊത്തം. 10:32 എൻട്രി, 10:33 എക്സിറ്റ്. 1 മിനിറ്റ് ആയില്ല അല്ലേ, 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ. ആണോ, നിഫ്റ്റി ആണെങ്കിൽ നമുക്ക് തന്നിട്ടുമില്ല, വല്ലാത്തൊരു നിഫ്റ്റിയെ. കുറച്ചും കൂടി ഒരു 10 പവന് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം നിഫ്റ്റിയിലെ ട്രേഡ് എടുക്കാമായിരുന്നു. അതാണ് നല്ല ടാർഗറ്റിലേക്ക് വരുന്നുണ്ട്. ഇനി നോക്കാം, ഇനി കുറച്ച് ചേട്ടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം. കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോ ട്രേഡുള്ളൂ, ഓരോ ദിവസം. ഇനി നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:29 ആയിട്ടുണ്ട്. നമ്മുടെ ഒരു ജസ്റ്റ് ഒരു എൻട്രി മിസ്സായിട്ടുണ്ട് നിഫ്റ്റിയിൽ. അതായത് ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ആ ഒരു ക്യാൻഡലിൻ്റെ തൊട്ട് താഴേക്ക് മാർക്കറ്റ് വന്നില്ല, ഒരു പൊട്ടിക്കാൻ പോയത് നിഫ്റ്റിയിൽ. കുഴപ്പമില്ല, നമുക്ക് ഈ ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. കാരണം അത്യാവശ്യം ടാർഗറ്റിലേക്ക് ഒരു അത്യാവശ്യം പോയിൻറ്റ്സ് ഉണ്ട് അവിടെ നിന്ന്. 60-70 പോയിൻറ്റ്, 1:5 അബവ് എന്തായാലും ഉണ്ട്. 76 പോയിൻറ്റ് ഉണ്ട്, 1:76 ഇല്ല, 64 പോയിൻറ്റ്സ് ഉണ്ട്. 24,242 വരെ നമുക്ക് വെക്കാം. മാർക്കറ്റ് വരുന്നുണ്ട് താഴേക്ക്, 24,192 കുറച്ചും കൂടെ താഴേക്ക് വന്നാൽ നമുക്കൊരു കോൾ ഓപ്ഷൻ 24,200 അല്ലെങ്കിൽ 24,150 ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് വരുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ട്രേഡാണ് ഇത്. ഞാൻ എന്താ പറയുക, നമ്മുടെ നിഫ്റ്റി നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ടാപ്പ് ചെയ്തിട്ട് താഴെ, രാവിലെ മാർക്ക് ചെയ്ത ഏരിയ ഇല്ല, അത് ടാപ്പ് ചെയ്ത് താഴെ എത്തിയിട്ടുണ്ട്. മിക്കവാറും 94 റേഞ്ചിലൊക്കെ, ആ റേഞ്ചിലൊക്കെ പ്രീമിയം കിട്ടാൻ ചാൻസ് ഉണ്ട് എൻട്രി വരികയാണെങ്കിൽ. താഴേക്ക് വരട്ടെ, നല്ല എൻട്രി ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ ആ എൻട്രി വന്നതാണ്. ഒരു പൊട്ടിക്കും കൂടെ ആ ഒരു ക്യാൻഡിൽ ഇങ്ങോട്ട് ഫോളോ ചെയ്തു, പക്ഷേ അടുത്ത ക്യാൻഡിൽ അവിടെ സസ്റ്റെയിൻ ചെയ്യാതെ താഴേക്ക് വരാതെ ഒറ്റ മുകളിലേക്ക് പോയതാണ്. ആ ഒരു ക്യാൻഡിലായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു സെയിം ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിലയുടെ എൻട്രി എടുക്കാമായിരുന്നു. സമയം 11:45. നമുക്ക് ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു എൻട്രി ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ നിന്നായിരുന്നു വന്നിരുന്നത്, പക്ഷെ അത് കിട്ടിയില്ല. പക്ഷെ അത് ടാർഗറ്റ് അടിച്ചു. പ്രീമിയം ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു എൻട്രി വരുന്നത് 95 റേഞ്ചിലൊക്കെ, ഞാൻ പറഞ്ഞ പോലെ 95, 94 കിട്ടുമായിരുന്നു. 144 വരെ, ഓൾമോസ്റ്റ് 50 പോയിൻറ്റിൻ്റെ റേഞ്ചിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് ടാർഗറ്റ് അടിച്ച സമയത്ത് ഹെവി മൂവ്മെൻറ്റാണ്. പക്ഷെ നമുക്ക് 30 പോയിന്റ് കിട്ടുമ്പോൾ ഇറങ്ങിയാലും മതി. 1:5 നമ്മൾ എൻട്രി എടുക്കാത്തൊക്കെ ടാർഗറ്റ് പറന്ന് പോയി ടാർഗറ്റ് അടിക്കുന്നുണ്ടല്ലേ, ഒരു വെയിറ്റിംഗ് കൂടി തരാതെ നല്ല പോയിട്ട് അടിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല, ഡൗൺ സൈഡിലേക്ക്. നിഫ്റ്റിയിൽ ഡൗൺ സൈഡിലേക്ക് വേണേൽ നോക്കാം. ഇനി ഗോൾഡൊക്കെ ഇനി വൈകുന്നേരം ചെയ്യാം, 3 മണിക്ക് ശേഷം ഗോൾഡിൽ ട്രേഡ് നോക്കാം, അതാണ് നല്ലത്. ഏതായാലും നിഫ്റ്റി ഇനി ആണെങ്കിൽ താഴേക്കുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം. അതുപോലെ പക്ഷേ ബാങ്കിൽ സ്റ്റിൽ 55,200 എന്നുള്ള താഴേക്ക് വരികയാണെങ്കിൽ മുകളിലേക്ക് നോക്കാം. ഏതാണ് ചാൻസ് ആദ്യം വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:19 ആയിട്ടുണ്ട്. നമ്മൾക്കൊരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി ചാൻസ് ഉണ്ട്. ഒരു ഇന്ന് ക്രിയേറ്റ് ചെയ്താൽ ഓക്കെ, എൻട്രി വന്നിട്ടുണ്ട്. നമുക്കൊരു ബൈ ചെയ്യാം, ഒരു കോൾ ഓപ്ഷൻ. ഈ എൻട്രീൻ്റെ കോൺസെപ്റ്റ് എന്താ വെച്ചാൽ, ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു 55,100 കോൾ ഓപ്ഷൻ എടുത്ത് 210 പ്രീമിയം, വളരെ ചെറിയ പ്രീമിയം. ഇതൊരു ക്യാൻഡിൽ ടാപ്പ് എൻട്രിയാണ്. ഇത് ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി, 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുള്ള ക്യാൻഡിൽ ടാപ്പ് എൻട്രിയാണ്.
ബാങ്ക് നിഫ്റ്റിയിലെ ഈ ഒരു ഏരിയ നമുക്ക് ഈ ഒരു ട്രേഡ് കൂടെ എസ് എൽ അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് കഴിയും. ഇനി അതല്ല അത് ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അത്യാവശ്യം മുകളിലേക്ക് ഉണ്ടല്ലേ, ഒരു സ്വിങ് ഹൈ എടുത്താൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം, അങ്ങനെയും ചെയ്യാം. കാരണം ഇന്നലെയും ലാസ്റ്റത്തെ ഒരാഴ്ച ട്രേഡ് ചെയ്ത സമയത്തൊക്കെ പല ട്രേഡിലും നമുക്ക് ഒരു സ്വിങ് ഹൈ എടുത്തപ്പോൾ 1:3 4 ഒക്കെ ടാർജറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് ബുക്ക് ചെയ്യാതെ വെയിറ്റ് ചെയ്ത് താഴെ പോയി റിസൾട്ട് അടിക്കുക പൊതുവേ സംഭവിക്കുക. ഇനി നിയറസ്റ്റ് ആയിട്ടുള്ള സ്വിങ് ഹൈ എടുക്കുകയാണെങ്കിലും വേണമെങ്കിൽ നമുക്ക് നോക്കാം, അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇറങ്ങാം. ഇനി അല്ലെങ്കിൽ മാർക്കറ്റ് നേരെ താഴേക്കാണ് വരുന്നതെങ്കിൽ നമ്മുടെ എസ് എൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം. നിഫ്റ്റിയിൽ എനിക്ക് ഡൗൺ സൈഡിലേക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് ചെയ്യാതിരുന്നത്. നിഫ്റ്റി പക്ഷേ ബുള്ളിഷായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നിഫ്റ്റി ഇതുപോലെ 24,180 റേഞ്ചിൽ ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൽ ഇതുവരെ ടാപ്പ് ചെയ്തിട്ടില്ല. ഇനി അത് ടാപ്പ് ചെയ്യാൻ വരികയാണെങ്കിൽ മിക്കവാറും നമ്മുടെ ഈ എസ് എൽ അടിച്ച് പോകും ചെയ്യും ഈ ഒരു ട്രേഡിൻ്റെ. നിഫ്റ്റി ഇപ്പോൾ 24,200 നിൽക്കുന്നത്. 24,180 എത്തുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നിഫ്റ്റിയിലും അപ്പ് സൈഡിലേക്ക് നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ. അതായത് പറഞ്ഞത് അത് മിക്കവാറും അതിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ട്രേഡ് എസ് എൽ അടിച്ച് ഇന്നത്തെ ട്രേഡ് നിൽക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഒരൊറ്റ സിംഗിൾ ട്രേഡാണ് ചെയ്തത്. എന്നാണ് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രേഡ് ചെയ്യുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി തോന്നിയിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ നിന്ന് കയറും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. സമയം 1:47 നമ്മൾ ട്രേഡ് എടുത്തിട്ട് എത്ര സമയമായെന്നറിയോ? ഒരുപാട് സമയമായി, 1.5 മണിക്കൂറായി. ഇതുവരെ നമുക്ക് ടാർജറ്റും അടിച്ചിട്ടില്ല, എസ് എല്ലും അടിച്ചില്ല എന്നുള്ള അവസ്ഥയിൽ. അപ്പോൾ ഇത് വീണ്ടും ഒരു സ്വിങ് ഹൈ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റിസ്ക് എടുക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കുറേ ആഴ്ചകളായിട്ട് പുതിയ അവസ്ഥയാണ്. ഓരോ സ്വിങ് ഹൈ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കോസ്റ്റ് വേഴ്സിലൊക്കെ വെക്കുമ്പോൾ അത് അടിച്ചുകൊണ്ട് പിന്നെയും ഇതായി പോകും. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് 11,000 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട്. 10,000 താഴേക്ക് വരികയാണെങ്കിൽ ബുക്ക് ചെയ്യാം, ആ രീതിയിൽ ചെയ്യാം. 11,000 ആയിട്ടുണ്ട്. ഇനി 12,000 എബോ പോവുകയാണെങ്കിൽ 13,000 വരികയാണെങ്കിൽ നമുക്ക് 1,000 കുറച്ച് വെച്ച് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇവിടുന്ന് ഒരു റിവേഴ്സൽ വന്നിട്ട് ഉള്ള പ്രോഫിറ്റ് ഒറ്റയടിക്ക് താഴെ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബാങ്കിൽ. ഇനി അതെടുക്കാൻ വേണ്ടിയിട്ട് ലോ ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മളെ എസ് എൽ അടിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് അത് അടിച്ചു പോവുകയും ചെയ്യും. പക്ഷെ ഇവിടുത്തെ ടാർജറ്റിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇനിയുണ്ട് പോയിന്റ്സ്. ഇതുവരെ 100 പോയിന്റ്സ് പോലും ആയിട്ടില്ല. 100 പോയിന്റ്സിലേക്ക് ഇനിയും ഉണ്ട്. പക്ഷേ ഒരു ധൈര്യമില്ല, കാരണം കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് എസ് എൽ അല്ലേ. നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, ഗ്രീനിൽ അവസാനിപ്പിക്കുക അന്നത്തെ ദിവസം, അതായിരിക്കും നന്നാവുക. 11,000 എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 2 പ്രാവശ്യം മാർക്കറ്റ് ഓൾറെഡി 11,000 എത്തിയ പ്രോഫിറ്റ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ വീണ്ടും 11,000 എത്തിയ പ്രോഫിറ്റ് 3,000 4,000 വരെയൊക്കെ വീണ്ടും വന്ന്. ഞാൻ വിചാരിച്ചു ഇന്നലത്തെ അതേപോലെ തന്നെ സംഭവിക്കും. ഇന്നലെയും നമുക്ക് 8,000 9,000 പ്രോഫിറ്റ് കാണിച്ച സാധനമാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസിലേക്ക് എസ് എൽ അടിച്ചത്. അതുപോലെ ആവോ എന്നൊരു സംശയം പോലെ. സ്റ്റിൽ നിഫ്റ്റിൻ്റെ പോക്കാണ് അതിനും വലുത് കേട്ടോ. നിഫ്റ്റി നല്ല ബുള്ളിഷായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി ഭയങ്കര മൂവ്മെൻറ്റുമാണ്. ബാങ്കാണെങ്കിൽ തീരെ മൂവ്മെൻറ്റും ഇല്ല. നമ്മൾ ഇന്ന് ട്രേഡ് എടുത്തതിൻ്റെ ബാങ്കാണല്ലോ. ഇന്നലെ നേരെ തിരിച്ചു. ഇന്നലെ നിഫ്റ്റിയാണ് തീരെ അനങ്ങാതിരുന്നത്. ബാങ്ക് പിന്നെയും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രേഡ് എടുത്ത ബാങ്കിലായിരുന്നു ഇന്നലെ. ഓക്കെ, 10,000 താഴേക്ക് വരുന്നുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാമില്ല. 11,000 തന്നെ ആയി. എന്ത് കഷ്ടം. അങ്ങോട്ട് മാർക്കറ്റ് അങ്ങോട്ട് അതാ വരുന്നതാ, താഴേക്ക് വരുന്നത്. ബുക്ക് ചെയ്യാം. ഇത്ര മണിക്കൂറായി എന്നറിയ ട്രേഡ് എടുത്തിട്ട്. എന്താ ഇപ്പം ചെയ്യാം മാർക്കറ്റ്. ഓർഡർ ഇവിടെ കാണാം, ഓർഡറിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ.
12:20 എടുത്തതാണ്, 1:50 ഇത്ര മണിക്കൂറായി നോക്കൂ. സ്റ്റിൽ നമുക്ക് മാക്സിമം പോയിന്റ് ടാർഗറ്റ് ഏരിയ എത്തിയിട്ടില്ല. 55,440 ടാർഗറ്റ്. ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതുവരെയെങ്കിലും ഈ ഒരു സിങ് ഹൈ എടുത്തപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി വീണ്ടുണ്ടായി. ഇനി ഇത് എടുക്കാൻ വേണ്ടി താഴെ വരികയാണെങ്കിൽ കണ്ടോ, ഞാൻ പറഞ്ഞു ഇനി ഇത് എടുക്കാൻ വേണ്ടി വരികയാണെങ്കിൽ പിന്നെ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് അത് അടിച്ചു പോവുകയും ചെയ്യും. മാർക്കറ്റ് ഇങ്ങനെ നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ട് കണ്ടോ, ബാങ്ക് ഇത്ര ഫോളോ ചെയ്തതിനു ശേഷം തിരിച്ച് റിവേഴ്സ് ചെയ്തിട്ടേ ഇല്ല. ആ ഒരു രീതിയിലാണ്. നമുക്ക് ചെറിയൊരു ടാർഗറ്റ് മതി പറയുമ്പോൾ, അത്രയും ഇറങ്ങിയതിൻ്റെ അത്ര ഒന്നും വേണ്ട, അതിൻ്റെ ഭാഗം മതി. പക്ഷേ അങ്ങോട്ട് പോയിട്ടില്ല മാർക്കറ്റ്, അവിടെ തന്നെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് നിന്നതാണ്. അതായത് ഇന്ന് ഞാൻ ഈ ട്രേഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ 2 ട്രേഡ് സ്റ്റോപ്പ് കഴിഞ്ഞു. ഞാൻ നമുക്കിന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന നാളെ നോക്കാം, നല്ല അവസരം. ഞാൻ പറഞ്ഞത് നിഫ്റ്റി നോക്കും. നമുക്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് പോയതുണ്ടോ, മാർക്കറ്റ് എന്ത് ബുള്ളിഷായിട്ടാണ് നിഫ്റ്റി പോയത്. പക്ഷേ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 24,100 ഞാൻ പറഞ്ഞു 24,150 അതൊന്നും എടുക്കാതെയാണ് മുകളിൽ പോയി. വീണ്ടും കുറേ ക്രിയേറ്റ് ആയി നല്ലത് ഒന്നും എടുത്തില്ല. പക്ഷേ ബാങ്ക് കണ്ടോ, ബാങ്ക് അടിയിൽ തന്നെയുള്ളത്. നിഫ്റ്റി അത്രയും മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റിയിൽ ഓപ്പർച്യൂണിറ്റി തന്നിട്ടില്ല. അതാണ് ഓപ്പർച്യൂണിറ്റി തന്ന സാധനമാണ് ഇതേമാതിരി ആയി പോയി ചെയ്തത്. മൊത്തത്തിൽ അങ്ങനെയാണ്. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ഇനി നാളെയും നോക്കാം. നമുക്ക് ഓവറോൾ പ്രോഫിറ്റാണ്. നമുക്ക് ഓവറോൾ എന്താ പറയുക, ഒരു ട്രേഡിൽ 9,000 സംതിങ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രേഡ് ആ ഒരു നെപ്പ് കണ്ടിട്ട് പോകാനുള്ള ചാൻസ് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ചിലപ്പോൾ താഴേക്ക് ഇറങ്ങുമ്പോൾ അതിന് വലിയ ടെൻഷനായിരിക്കും. കുറേ ദിവസമായിട്ട് 4 ദിവസമായിട്ട് പ്രോഫിറ്റ് നമുക്ക് 3 ദിവസം പ്രോഫിറ്റ് കിട്ടിയത് അവസാനം പോസ്റ്റ് പ്രൈസിലേക്ക് എക്സിറ്റ് ചെയ്താണ് ഇന്ത്യ എന്നാണ്. 3 ദിവസം ഓവറോൾ നമുക്ക് എന്താ പറയുക, 2 ട്രേഡ്, ഒരു SL, ഒരു ടാർജറ്റ് എത്തിയില്ല. 1:3 എന്നൊക്കെ പറയാം, 3 അബോവ് എന്നൊക്കെ പറയാം. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് നാളെ കാണാം. ബൈ.